മനുഷ്യ ജീവിതത്തെ ആകമാനമായി പിടിച്ച ഉലച്ച പല പല സംഭവങ്ങൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്. മനുഷ്യൻ ജനിക്കുന്നു, മനുഷ്യൻ ജീവിക്കുന്നു, മനുഷ്യൻ പ്രവർത്തിക്കുന്നു, വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു, ലോക ജീവിതം അവസാനിപ്പിക്കുന്നു. ലോകരാഷ്ട്രത്തിൽ നാം നോക്കുമെങ്കിൽ അനേകം ആളുകൾ, പണ്ഡിതന്മാർ, പാമരന്മാർ, വിദ്യാസമ്പന്നരായ ആളുകൾ, അവർ രാജതന്ത്രജ്ഞതയിൽ മുന്നേറിയ ആളുകളായിരിക്കാം, നയതന്ത്രജ്ഞന്മാരായിരിക്കാം, രാജാക്കന്മാർ, വാഴ്ചകൾ നടത്തിയവർ, ലോകരാഷ്ട്രത്തെ നയിച്ചവർ, അവരൊക്കെ തന്നെ ലോകത്തിൽ വൻ കാര്യങ്ങളെ നേടിയിട്ട് ഒരു കാലഘട്ടമായപ്പോഴേക്കും ലോകത്തോട് യാത്ര പറഞ്ഞു. ജീവിതത്തിന് ഒരു അന്ത്യമുണ്ടായി. ജീവിതത്തിന്റെ അന്ത്യം മരണം എന്ന ദുഃഖ യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നു പതിച്ചു. പക്ഷേ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പരമപ്രധാനമായി ഒരു ഏക വ്യക്തി, ദൈവപുത്രൻ, മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്നു, ബേത്ലഹേമിൽ ജനിച്ചു, കാൽവരിയിൽ യാഗബലിയായി തീർന്നു, മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റു. ആ ഉയിർപ്പിനെയാണ് ഉയിർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഈസ്റ്റർ എന്ന ലോകം ആകമാനമായി ആഘോഷിക്കുന്നത്. എന്താണ് ഈസ്റ്റർ? എന്താണ് പുനരുത്ഥാനം? എന്താണ് ഈ ഉയിർത്തെഴുന്നേൽപ്പ്? ഉயிருണ്ടെങ്കിൽ മരണമുണ്ട്. മരണം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല മരണം. ലോകരാഷ്ട്രത്തിൽ അനേകം ആളുകളുടെ, പണ്ഡിതന്മാരും പാമരന്മാരുമായ ശ്രേഷ്ഠന്മാരുടെയൊക്കെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ കല്ലറ, that's an empty tomb, അത് ഒഴിഞ്ഞ കല്ലറയാണ്. that's an open tomb, അത് തുറക്കപ്പെട്ട കല്ലറയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? മൂന്നാം നാൾ യേശു ഉയിർത്തെഴുന്നേറ്റു. വേദപുസ്തകത്തിലെ താളുകൾ പരിശോധിക്കുമെങ്കിൽ പഴയ നിയമം, പുതിയ നിയമം എന്ന രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ. പഴയ നിയമത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ കാലം തികഞ്ഞപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നു, കാലം തികഞ്ഞപ്പോൾ യേശു കാൽവരിയിൽ യാഗബലിയായി തീർന്നു, മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റു. ആ ഉയിർപ്പ് മരണത്തെ ജയിച്ച ജയമാണ്. മരണം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നില്ല എന്ന് ലോകത്തെ വിളിച്ചറിയിച്ചതാണ് ഉയിർത്തെഴുന്നേൽപ്പ്. യേശു ഉயிருള്ളവനായി ഉയിർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ ഇവിടെ ഇല്ല, യേശു ഇവിടെ ഇല്ല, യേശു ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ യേശുവിന്റെ ശരീരത്തിന് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെക്കാനായി അവിടെ സ്ത്രീ പുരുഷന്മാർ ഒത്തുകൂടി അവരെ യാത്ര ചെയ്ത് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ തുറക്കപ്പെട്ട കല്ലറയാണ്. ആര് തുറന്നു? ദൂതൻ ഇറങ്ങി വന്ന് ആ വലിയ കല്ല് ഉരുട്ടി മാറ്റി. കല്ല് മരണത്തിന്റെ അവസ്ഥ, കല്ലറ നിർജീവ അവസ്ഥ. നിർജീവ അവസ്ഥയ്ക്കൊക്കെയും മാറ്റം വരുത്തിയതാണ് യേശുവിന്റെ പുനരുത്ഥാനം. എന്താണ് നിർജീവ അവസ്ഥ എന്ന് പറഞ്ഞാൽ? മരിച്ച് അടക്കപ്പെട്ട് ആ കല്ലറയ്ക്കുള്ളിലിരിക്കുന്ന ശരീരത്തിന് പിന്നെ ജീവനില്ല, നിർജീവമാണ്, നശ്യതാണ്, മാറ്റപ്പെടുന്നതാണ്, മറഞ്ഞു പോകുന്നതാണ്, മാഞ്ഞു പോകുന്നതാണ്, നിസ്തുലതയുള്ളതല്ല, നിത്യചൈതന്യമുള്ളതല്ല. പക്ഷേ ഉയിർത്തെഴുന്നേൽപ്പ് ഉയിരിന്റെ ഉയിർപ്പ് കൊണ്ട് മുഖാന്തരമായത് എന്താണ്? നിത്യജീവൻ പ്രദാനം ചെയ്തു. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. യേശു തന്നെ പറഞ്ഞു, ഞാൻ ജീവന്റെ പുനരുത്ഥാനമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അങ്ങനെ പുനരുത്ഥാനമാകുന്നു എന്ന് പ്രസ്താവിച്ച യേശു ഇന്നും ജീവിക്കുകയാണ്. അതിന് തെളിവുണ്ട് യേശുവിന്റെ തുറക്കപ്പെട്ട കല്ലറ. നാം യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും കാണാം അവിടെ തുറക്കപ്പെട്ട കല്ലറയാണ്. അനേക ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാരൊക്കെയും അവിടെ സന്ദർശിക്കുന്നു. അനേക സന്ദർശകർ വന്ന് അവരെ കണ്ടുകൊണ്ട് ആ തുറക്കപ്പെട്ട കല്ലറ കണ്ടുകൊണ്ട് പോകുകയാണ്. എന്താ അറിയിക്കുന്നത്? യേശു ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ പ്രസ്താവനയിൽ പറയുക മാത്രമല്ല, അതിന് ഉറപ്പ് എന്ന് ചോദിച്ചാൽ അതൊരു ചരിത്ര സംഭവമാണ്. യേശു ഉയർത്തു എന്നുള്ള ചരിത്ര സംഭവമാണ്. ചരിത്ര സംഭവം എന്ന് പറയുമ്പോൾ AD എന്നും BC എന്നും യേശുവിന്റെ ജീവിതത്തെ വേർതിരിക്കുന്ന, ലോകചരിത്രത്തെ വേർതിരിക്കുമ്പോൾ യേശു ജനിച്ചു, മരിച്ചു, ഉയിർത്തെഴുന്നേറ്റ് മുഖാന്തരമായി. അങ്ങനെ ഉയിർപ്പ് ഇന്നും കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്ന യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഈവന്റ്, ചരിത്ര പശ്ചാത്തലമുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനമാണ്. ദാറ്റ്സ് എ കോർണർസ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അതുകൊണ്ടാണ് ഗലാത്യരുടെ ലേഖനം 1 അധ്യായത്തിൽ പറയുന്നത് തന്നെ, യേശുക്രിസ്തു ഉയിർത്തെഴുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വിശ്വാസം വ്യർത്ഥം. യേശുക്രിസ്തു ഉയിർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് പറഞ്ഞു നടക്കാൻ മറ്റൊന്നുമില്ല. പക്ഷെ യേശു ഉയർത്തെഴുന്ന യേശു ശിഷ്യന്മാരെ കണ്ടു, അണിഞ്ഞിരുന്ന മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു, അത്ഭുതങ്ങളെ ചെയ്തു, അവരുടെ മധ്യേ നടന്നു, അവരോട് സംസാരിച്ചു. യേശുവിന്റെ ഒരു ശിഷ്യൻ, അവന് തോമസ്, അവൻ
അവൻ യേശുവിനെ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ, മുറിവുകളെ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കാത്തിരുന്നു. മറ്റു ശിഷ്യന്മാരൊക്കെയും വിശ്വസിച്ചു, സ്ത്രീകളൊക്കെയും വിശ്വസിച്ചുവെങ്കിൽ അവൻ യേശുവിനെ നേരിട്ട് കാണാൻ ഇടയായി തീർന്നു. യേശുവിന്റെ മുറിപ്പാടുകൾ അവന്റെ വിരല് അമർത്തി നോക്കിയതിനു ശേഷമാണ് അവൻ വിശ്വാസത്തിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, അനേകർ പ്രത്യക്ഷനായി. മഗ്ദലക്കാരത്തെ മറിയ എന്ന ഒരു സ്ത്രീയാണ് യേശു ആദ്യമായി കാണുന്നത് ഉയർത്തെഴുന്നതിന് ശേഷം. അവളോ ഓടി 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 എല്ലാ ആളുകളുടെ അടുക്കിലേക്ക് പോയി പറഞ്ഞു. അതുകൊണ്ട് സദ്വർത്തമാനം ഇതാണ്. ദൂതന്മാർ ആ കാലഘട്ടത്തും അവരോട് വന്നവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പോയി അറിയിക്കുവേൻ, വേഗത്തിൽ പോയി അറിയിക്കുവേൻ, ശിഷ്യന്മാരോട് പോയി അറിയിക്കുവേൻ എന്ന്. ഉയർത്തെഴുന്നേൽപ്പ് എന്നത് അറിയിക്കേണ്ട വർത്തമാനമാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നത് സുവാർത്തയാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നത് മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യാശയാണ്. എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അത് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. കല്ലറകൾ മനുഷ്യർക്കുണ്ടാക്കാം, മനുഷ്യർ കല്ലറകളെ നിർമ്മിക്കുന്നു, പക്ഷേ ദൈവമോ കല്ലറകളെ തുറക്കുന്നു, കല്ലറകളെ ഭേദിക്കുന്നു, കല്ലറകളിൽ നിന്ന് ഉയരും ജീവനും നൽകുന്നു. അതുകൊണ്ട് മരണത്തിനപ്പുറമായ ഒരു ജീവനുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഉയർത്തെഴുന്നേൽപ്പ് അറിയിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മരണത്തിന് ശേഷമല്ല ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് ഗലാത്യർക്കുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു ഉള്ളിൽ വസിക്കുന്ന മുഖാന്തരമായി ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടവരാണ്, പ്രകാശം പരത്തേണ്ടവരാണ്. എന്താണ് പ്രകാശം? യേശു ക്രിസ്തു തന്നെ പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന മുൻപ് തന്നെ യേശു പറഞ്ഞതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ലോകം, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ലോകം, തിന്മ നിറഞ്ഞിരിക്കുന്ന ലോകം, ധാരാളം അന്ധതകൾ നിറഞ്ഞിരിക്കുന്ന ലോകം അന്ധകാരത്ത് മാറ്റി പ്രകാശധാരയാക്കി മാറ്റാൻ, പ്രകാശം നൽകാൻ, സത്യവെളിച്ചം നൽകാൻ തക്കവണ്ണം യേശു ലോകത്തിന്റെ വെളിച്ചമായി തോന്നുന്നു. അതുകൊണ്ട് ഓർക്കേണ്ടതാണ്, പുനരുത്ഥാനം എന്നത് പ്രത്യാശ നിർഭരമാണ്. പുനരുത്ഥാനം എന്നത് അടിസ്ഥാനമാണ്. പുനരുത്ഥാനം എന്നത് ആനന്ദമാണ്. പുനരുത്ഥാനം എന്നത് ആശ്രയമാണ്. പുനരുത്ഥാനം എന്നതോ അത് ആരാധനയാണ്. എന്തുകൊണ്ട് ആരാധന എന്ന് പറയുന്നു? യേശു മരിച്ച ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നുവെങ്കിൽ യേശുവിനെ ആരാധിക്കേണ്ട കാര്യമില്ല. പിതാപുത്ര പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു മനുഷ്യപുത്രനുമാണ്, ദൈവപുത്രനുമാണ്. ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യപുത്രനായി ഇവിടെ ലോകത്ത് ജീവിച്ചു. എല്ലാ യാതനകളും പീഡകളും പരിഹാസങ്ങളും നിന്ദയും പക്ഷിയും ദാഹവും വിശപ്പുമൊക്കെ അനുഭവിച്ചു. പക്ഷേ മരണം എന്നത് യേശുവിനെ സ്പർശിച്ചില്ല. കല്ലറയ്ക്കുള്ളിൽ യേശുവിനെ അടക്കി ഒതുക്കി നിർത്താൻ കഴിയുകയുമില്ല. യേശു മരണത്തെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കാരണം എന്താ? യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ത്രിയേകനായ ദൈവത്തിൽ അലിഞ്ഞുയർന്നിരിക്കുന്ന മനുഷ്യപുത്രൻ ഭൂമിയിൽ ജീവിച്ചു, വാണു, മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ആ വർത്തമാനം അറിയിക്കാനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ലോകത്തെമ്പാടും പോകുവിൻ, സുവിശേഷം അറിയിക്കുവിൻ, പരിശുദ്ധാത്മ ശക്തി നിറയുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും എന്റെ സാക്ഷികളാകും. ആ വർത്തമാനമാണ് ഇന്ന് ക്രിസ്തീയ ലോകം ആകമാനമായും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുനരുത്ഥാനം എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നത് ആശ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്, നിത്യരാജ്യത്തെ കുറിച്ചുള്ള ഓർമ്മ നൽകുന്നതാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ രക്ഷയാണ്, മാനവജാതിക്കുള്ള രക്ഷ. പാപപങ്കിലമായ മനുഷ്യൻ പാപത്തിന്റെ അധീനതയിൽ അകപ്പെട്ടുകൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകേണ്ടതിന് പോലെ നിത്യരാജ്യത്തിലേക്ക് പോകാനായി, അബ്രഹാമിന്റെ മടിയിലേക്ക് പോകാനായി, പറുദീസയിലേക്ക് പോകാനായി യേശു പറഞ്ഞല്ലോ. കാൽവരി ക്രൂശിൽ 7 മൊഴികൾ പറഞ്ഞു. അതിലൊരു മൊഴി ഇതാണ്. യേശു പറഞ്ഞു, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നിത്യരാജ്യത്തിന്റെ പ്രത്യാശയോടുകൂടി ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരൊക്കെയും തിന്മയും ദുഷ്ടതയും സങ്കടവും വേദനയും കഷ്ടതയും കണ്ണുനീരും ഒക്കെ അനുഭവിച്ച് കഴിയുന്നവർക്ക് സ്വർഗരാജ്യ പ്രത്യാശയുടെ നിത്യരാജ്യത്തിൽ ദൈവത്തോട് ചേർന്ന് ആ സന്തോഷം അനുഭവിക്കാൻ വാതിൽ തുറക്കുന്നതാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പിൽ വാതിലാകുന്നു, ഉയർത്തെഴുന്നേൽപ്പിന് വചനമാകുന്നു, ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യാശയാകുന്നു, ഉയർത്തെഴുന്നേൽപ്പ് അനുഗ്രഹമാകുന്നു, ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹമാകുന്നു, ഉയർത്തെഴുന്നേൽപ്പ് ആരാധനയാകുന്നു. ഉയർത്തെഴുന്നേൽപ്പ് എല്ലാ മനുഷ്യർക്കും അനുഗ്രഹം പകരുക മാത്രമല്ല, പ്രത്യാശ പകരുക മാത്രമല്ല, അനുസരണത്തിലേക്ക് മനുഷ്യൻ നടത്തുന്നതാണ്. ദൈവം താൻ ആഗ്രഹിച്ച പ്രകാരം മനുഷ്യൻ ലോകത്തിൽ ജീവിച്ച് നിത്യരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ, സമാധാനവും സന്തോഷവും ജീവിതത്തിൽ പ്രാപിക്കാൻ, പുനരുദ്ധരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ അതിജീവിച്ച് കളങ്കഭാവവും ഭാരവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിന്ന് വിമുക്തരായി നിത്യരാജ്യ പ്രത്യാശയോടെ ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം പുനരുത്ഥാനം നമ്മെ നയിക്കുന്നു. അതിന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മെ ഒക്കെയും സഹായിക്കുന്നു. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് സ്വാഗതം.